സാംസ്കാരികമായി ഭാരതവും ബാലിയും തമ്മിലുള്ള അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരവുമായി ബാലിയിലെ ജനങ്ങൾക്കുള്ള അടുപ്പം എത്രത്തോളം ഉണ്ട്? ഇപ്പോഴും ഈ കാർത്തിക പൂർണിമ നാളിൽ ഒറീസയിൽ ഒരു ബാലി യാത്ര നടത്താറുണ്ട്. ചെറിയ ചെറിയ എന്താ പറയുന്നത് തോണിയുടെയും കപ്പലിൻ്റെയൊക്കെ ആകൃതിയിലുള്ള ചില വസ്തുക്കൾ ഉണ്ടാക്കി കടലിലും ജലാശയത്തിലൊക്കെ ഒഴുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ കാർത്തിക പൂർണിമ നാളിൽ ആണ് കാറ്റ് അനുകൂലമായി ബാലിയിലേക്ക് തെക്ക് കിഴക്കേ ഏഷ്യയിലേക്ക് വീശുന്നത്. അവിടെ അത് ചെല്ലുകയും അവിടെ ഒരു കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം വീണ്ടും ഈ ഒറീസ ബംഗാൾ ഭാഗത്തേക്ക് തിരിച്ചു വരികയും ചെയ്യുക എന്നുള്ളതായിരുന്നു പതിവ്. നമ്മളവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, കടലിൽ സഞ്ചരിക്കുന്നതായിരുന്നു എളുപ്പം പണ്ട് കരയിൽ സഞ്ചരിക്കുന്നതിനേക്കാളും. ഉദാഹരണമായിട്ട് ഗംഗാ നദിയുടെ തീരത്ത് നിന്നും കാവേരി നദിയുടെ തീരത്തെത്താൻ ഒരു 10-500 വർഷം മുമ്പ് എത്രയോ മാസങ്ങൾ എടുക്കുമായിരുന്നു. വർഷകാലത്താണ് വെച്ചാൽ സഞ്ചരിക്കാൻ പറ്റില്ല, കാരണം എല്ലാ നദികളും പിന്നെ കര കവിഞ്ഞ് ഒഴുകും. പിന്നെ കരയിൽ സഞ്ചരിക്കുമ്പോഴുള്ള വേറെ ചില ഭീഷണിയൊക്കെ ഉണ്ട്, പിടിച്ചുപറി അത് ഇതൊക്കെ ഉണ്ട്. കടലിലും ഉണ്ട്. പക്ഷേ അനുകൂലമായ കാറ്റാണെങ്കിൽ 30-40 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്നും ഈ സുമാത്ര, അതുപോലെ ജാവ, അതുപോലെ ഈ പറയുന്ന ഈ തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ തുടങ്ങിയ ഭാഗത്ത് എത്താൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഒരു കപ്പലിൽ വലിയ അധികം ആളുകളെ കൊള്ളും, ചരക്കും അതെന്ത് ചെയ്യാൻ പറ്റും, അതിൽ കൊള്ളിക്കാൻ പറ്റും. അതുകൊണ്ട് കപ്പൽ യാത്രയായിരുന്നു ഇന്ത്യയിൽ സുഗമം ഈ കരയിലൂടെയുള്ള യാത്രയെക്കാളും. അങ്ങനെ നിരന്തരം ഒറീസ ബംഗാൾ ഭാഗത്ത് നിന്ന് ഈ തെക്ക് കിഴക്കേ ഏഷ്യയിലേക്ക് ഈ സഞ്ചാരികൾ പോയിരുന്നു. അങ്ങനെ പോയിരുന്ന കച്ചവടക്കാർ പോകുമ്പോൾ അവരുടെ കൂടെ ഈ പുരോഹിതന്മാർ നിർബന്ധമായിരുന്നു. കാരണം ഈ യാത്ര ദുർഘടം പിടിച്ച യാത്രയാണ്. അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ ഈ പുരോഹിതന്മാരെയും കൂട്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കച്ചവടക്കാർ, പുരോഹിതന്മാർ തുടർന്ന് ഇന്ത്യയിലെ ഈ നാട്ടുരാജാക്കന്മാർ ഇവിടെ കച്ചവടത്തിന് സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ അവിടെ പോയി സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു മിനി ഇന്ത്യ. അപ്പോൾ അതിന് ഗ്രേറ്റർ ഇന്ത്യ എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രങ്ങളുടെ ഒരു എണ്ണം കൊണ്ട് സമ്പന്നമാണ് ബാലി. അതായത് അത്രത്തോളം ഹിന്ദു ക്ഷേത്രങ്ങൾ, ഹിന്ദു ദേവീ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ. എങ്ങനെയാണ് ആ ഒരു സംസ്കാരം അവിടെ ഉണ്ടായി വന്നത്? അവിടെ പോയതിന് ശേഷം ഈ ഒരുപോലെയല്ല, എല്ലാം ഒരുപോലെയല്ല, വ്യത്യാസങ്ങളുണ്ട്. അത് അവിടെ തന്നെ ഒരു സംസ്കാരം രൂപപ്പെട്ട് വരികയായിരുന്നു ബാലിയിൽ. ബാലിയിൽ എല്ലാ വീട്ടിലും ക്ഷേത്രമുണ്ട്. അതെ. ബാലിക്കാർ കഴിക്കുന്നത് പ്രസാദമാണ്. ദേവന് നിവേദിച്ചതിൻ്റെ ബാക്കിയാണ് അവർ കഴിക്കുന്നത്. അങ്ങനെ ഒരു സങ്കല്പം ലോകത്ത് ഒരു സ്ഥലത്തും കാണില്ല എന്നുള്ളതാണ്. ബാലിയിലെ 1 ഇഞ്ച് ഭൂമിയിൽ പോലും നമുക്ക് ഇത് കാണാൻ പറ്റും. നിങ്ങൾ ഈ ദെങ്പസാർ വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ആ വിമാനത്താവളത്തിൽ നിന്ന് നിങ്ങൾ വാഷ്റൂമിലേക്ക് ചെന്നാൽ വാഷ്റൂമിൽ നിങ്ങൾ കാണുന്നത് ചെട്ടിപ്പൂവാണ്. ആ വാഷ്റൂമിൻ്റെ പല ഭാഗത്തും ചെട്ടിപ്പൂ, മാരിഗോൾഡ് എന്ന് പറയില്ലേ, പല പേരുകളാണ് പല ഭാഗത്ത് അതിന് പറയാറ്. ആ പൂക്കൾ ഇങ്ങനെ വാഷ്റൂമിൽ വെച്ചത് കാണാം. അവിടെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ആ എയർപോർട്ടിൽ എൻ്റെ മകൻ്റെ ഒരു പുസ്തകം ഈ ഫ്ലൈറ്റിൽ വെച്ച് മറന്നുപോയിരുന്നു. അപ്പോൾ ഞാൻ ആ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ ചെന്നിട്ടൊരു പരാതി കൊടുത്തു, ഒരു പുസ്തകം ഫ്ലൈറ്റിൽ വെച്ച് മറന്നിട്ടുണ്ടൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ആ ഈ ബ്യൂറോയിൽ കാണുന്നത് ഒരു ബാലി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു ശ്ലോകം. ഒരാൾ തേര് തെളിക്കുന്നുണ്ട്, മറ്റേയാൾ ആ തേരിൽ നിൽക്കുന്നുണ്ട്. ഗീതയിലെ ഒരു ശ്ലോകമാണ്. ആ ശ്ലോകമാണ് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പം കാണുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ചെട്ടിപ്പൂവിൻ്റെ സുഗന്ധം, അതിൻ്റെ ഒരു ആധ്യാത്മികമായ സൗരഭ്യം നിങ്ങൾ ബാലിയുടെ കടൽപ്പുറത്തായാലും ബാലിയിലത്തെ ഈ സ്ട്രീറ്റിൽ നടന്നു പോകുമ്പോൾ നമുക്ക് ഈ നറുക്കലയിൽ വെച്ച നിവേദ്യം ചവിട്ടാതെ നടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ എവറി ഇഞ്ച് എന്താണ് ബാലിയിൽ ആധ്യാത്മികമാണ് അല്ലെങ്കിൽ ദൈവികമാണ് എന്നുള്ളത്.